ഫിസിക്കലായിട്ടും വേറെ കുട്ടികളെ കൊണ്ട് അടുപ്പിക്കുക അതൊക്കെ ഞാൻ മോള് പറഞ്ഞിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. ആൺകുട്ടീനെ പെൺകുട്ടീനെ കൊണ്ട് അടുപ്പിക്കുക, ഇയാൾക്ക് നേരിട്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തല്ലാൻ പറയാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ പയ്യനെ ശരിക്ക് ഇതൊരു കൊലപാതകം തന്നെയാണ്. ശരിയായ രൂപത്തിൽ അന്വേഷിച്ചാലേ ഇത് ക്ലിയർ ആവുള്ളൂ. നമുക്ക് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നമുക്ക് വിശ്വാസം പോരാ. കാരണം ഈ 5 ദിവസമായി ഇപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ ഇതുവരെ മീഡിയ നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഇതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. മാർക്ക് കുറഞ്ഞവരൊക്കെ ഇയാൾ വളരെ മോശമായി. അതായത് എല്ലാ ടീച്ചേഴ്സും ഉള്ള സമയത്താണ് ഈ മീറ്റിങ്ങിൽ പറയുന്നത്. പിന്നെ വേസ്റ്റ് നമ്മൾ പറയാൻ പാടുണ്ടോ? സ്വന്തം രക്ഷിതാവിൻ്റെ മുന്നിൽ നിന്ന് വേസ്റ്റ് എന്ന് പറയുന്നത് മോളെ, അല്ലെങ്കിൽ ഡോങ്കി, ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചു. നമ്മളവിടുന്ന് സംസാരിച്ച കാര്യം റാമാണ്. ബാക്കിയുള്ളവർ കേട്ട് നിൽക്കുകയാണ്. അത് അവരെ നിവൃത്തികേടായിരിക്കും, നമുക്കറിയില്ല. ബാക്കിയുള്ള അധ്യാപകരൊന്നും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് ഇത് തുടരുന്നൊരു ഭാഗമായിരിക്കും. അപ്പോൾ റാമിൻ്റെ ഭാഗത്തുനിന്ന് അത്ര മോശമായ വാക്കുകൾ അടിക്കാൻ കഴിയുമെങ്കിൽ സ്വന്തം മോളെ അടിക്കാൻ കഴിയുമോ? പുറത്തുനിന്നാണ് നമ്മൾ വിടില്ല. ഇത് മരിച്ചപ്പോൾ അവിടെ നടന്ന ക്രൂരതകളെക്കുറിച്ച് സംസാരിക്കുന്ന ധാരാളം പേർ മുന്നിട്ട് വന്നു. അപ്പോൾ ഇത് 1-2 കുട്ടികളുള്ള അനുഭവമല്ല, ആ ക്ലാസ്സിലുള്ള മിക്ക കുട്ടികൾക്കും ഉണ്ടായ അനുഭവമാണ്. നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടായിട്ട് പ്രയത്നിച്ച് എവിടെയെങ്കിലും ഒരു പരാതി കൊടുക്കുകയോ നിയമപരമായി നേരിടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ അറിയിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. നിങ്ങൾ അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ ആ കുട്ടി മരിച്ചതിന് ശേഷം കിടന്ന് നിലവിളിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇതല്ല ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ഒരാളുടെ അനുഭവമല്ല. ഒരു കുട്ടിക്ക് വന്നാലും നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അല്ലേ? ക്ലാസ്സിൽ ഒരു കുട്ടിക്കാണ് ഒരു അനുഭവം വന്നാലും എന്തെങ്കിലും വിഷമങ്ങൾ വന്നാലും നിങ്ങൾ അവനോട് അല്ലെങ്കിൽ അവളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അതല്ലാതെ ഒരാൾ മരിച്ച് അയാൾക്ക് എല്ലാം വന്നതിന് ശേഷം പിന്നെ കിടന്നിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പിന്നീട് പറയുന്നത്? എനിക്ക് എൻ്റെ മാർക്ക് എൻ്റെ എല്ലാം ശരിയാണ്, നമുക്ക് നമ്മുടെ ലൈഫ് തന്നെയാണ് വലുത്. എന്നാലും നിങ്ങളുടെ പേര് ഉൾക്കൊള്ളിക്കാതെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും അടുത്ത് പോയി സമീപിക്കുകയോ അല്ലെങ്കിൽ നിയമപരമായോ പോലീസിൽ പറയാം. ഇവിടെ മാധ്യമങ്ങളുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് വഴി ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാം, ഇയാൾ ഇങ്ങനെയാണ്, ആരെയും പേരോ ഒന്നും പരാമർശിക്കാതെ ചെയ്യാം. ഇതൊന്നും ചെയ്തില്ല നിങ്ങൾ. പകരം നിങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാളുടെ ക്രൂരതകൾ സഹിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളൊക്കെ കാശ് കൊടുത്ത് പഠിക്കുന്നവരാണ്, അല്ലാതെ ഇയാളുടെ സൗജന്യത്തിൽ പഠിക്കുന്നവരല്ല. അപ്പോൾ ഇത് പണ്ടത്തെ കാലമല്ല. മുമ്പത്തെ കാലത്ത് നമുക്ക് വേറെ സോഴ്സില്ല. ഇന്നതല്ല, നമുക്ക് മാധ്യമങ്ങളുണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, പോലീസുണ്ട്, നമുക്കതല്ലാതെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. പിന്നെ എന്തിനാണ് നമ്മളെപ്പോലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആത്മഹത്യയിലോട്ട് പോകുന്നത്? ദയവ് ചെയ്ത് ഇനിയുള്ള കുട്ടികൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെളിപ്പെടുത്തിയാലേ കുഴപ്പമുള്ളൂ. നിങ്ങളുടെ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും അറിയാവുന്ന ആളുകൾ വഴി നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികൾ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ അത്രത്തോളം പഠിപ്പിച്ച് വലുതാക്കി പ്രതീക്ഷയോടുകൂടി നമ്മളെയൊക്കെ നല്ല രീതിയിൽ കാണുന്നതിന് വേണ്ടിയാണല്ലോ അവർ ലോണും അതും ഇതൊക്കെ എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യമാണ് നിങ്ങളുടെ ഇത് ചെയ്യാൻ വേണ്ടി, ഈ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ, അച്ഛൻ്റെ അമ്മയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വരിക. അപ്പോൾ ഒരിക്കലും സൂയിസൈഡിലോട്ട് നമ്മുടെ കുട്ടികളെ എടുത്ത് ചാടരുത്. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, സോഴ്സ് ഉണ്ട്. ഇവരെയൊക്കെ പാഠം പഠിപ്പിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമുക്ക് അവൈലബിലിറ്റി ആയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ മരിക്കുന്നത്? നിങ്ങൾ മരിച്ചതുകൊണ്ട് ഇതുപോലെയുള്ള നരാധവന്മാരെ കുറച്ചു നാൾ ചിലപ്പോൾ അകത്തിടാൻ സാധിക്കുമായിരിക്കും. വീണ്ടും അവർ പല ജോലിയിലും എവിടെയെങ്കിലുമൊക്കെ അവർ അധ്യാപകനായിട്ടൊക്കെ കയറി അവർ നല്ല രീതിയിൽ വിലസി ആളുകൾ ഇതൊക്കെ മറക്കും. സമൂഹത്തിൻ്റെ മുൻപിൽ നല്ല ആളുകളായിട്ട് അവർ വിലസി നടക്കും. അപ്പോൾ നിങ്ങൾ മരിച്ചതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ് നിങ്ങൾ മരിച്ചതുകൊണ്ട് ആ ഒരു ദുഃഖം എല്ലാ കാലത്തോളം ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഇതൊരു പാഠമൊന്നുമല്ല. ആർക്ക്? ഈ ഇതുപോലെയുള്ള അധ്യാപകന്മാരായാലും ഇനി ആരായാലും ഇതുപോലെയുള്ള നീചന്മാർക്ക് നിങ്ങൾ മരിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും ഒരു മാറ്റവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ മരിക്കാതെ നിങ്ങൾ നിന്നുകൊണ്ട് ഇവരെയൊക്കെ പാഠം പഠിപ്പിക്കുക. നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ഇതുപോലെയുള്ളവന്മാരുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്കെല്ലാവന്മാരെ സമൂഹത്തിൻ്റെ മുൻപിൽ പുറത്തോട്ട് കൊണ്ടുവന്ന് ഇവനെയൊക്കെ അപമാനിക്കുക, ഇവൻ്റെയൊക്കെ സ്വഭാവം പുറത്തോട്ട് കൊണ്ടുവരിക. അതിന് നിങ്ങളെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പാരൻസോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇതിനോട്ട് മുന്നോട്ട് വരിക. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക. അതല്ലാതെ നിങ്ങളുടെ മരണം കൊണ്ട് ഈ സമൂഹത്തിനോ ഈ നാടിനോ ആ സ്കൂളിനോ കോളേജിനോ അയാൾക്കോ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല.